വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ്. ഇത് ആന്ധ്രയിലാണ് ഈ കല്യാണം നടക്കുന്നത്. രാത്രി 9 മണിയായി ഇപ്പോൾ ടൈം. പുലർച്ചെ 2:30ക്കാണ് മുഹൂർത്തം. അപ്പോൾ ഇവിടുത്തെ വിവാഹങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ ഇതിൽ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ആഡാക്കിയിട്ടുണ്ട്. വീഡിയോ ഞാൻ ഓഡിറ്റോറിയൻ്റെ ഉള്ളിലെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഇരിക്കുന്നതുണ്ടല്ലോ കല്യാണ പെണ്ണല്ല. പക്ഷേ ഞാൻ കയറി ചെല്ലുമ്പോൾ എന്താണ് കല്യാണ പെണ്ണ് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷേ അല്ല, ഇത് എന്താ പറയുക, ഇത് ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഇത് ഒരു വിവാഹത്തിന് കുറച്ച് അട്രാക്ഷൻ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമാണ് ആ പെൺകുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഒത്തിരി സ്വീറ്റ്സ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ലൈവായിട്ട് ചൂട്ടോടെയും വാങ്ങാം. ഇത് നല്ല ചൂടാണ്, ഈ സ്വീറ്റ്സ് നല്ല ടേസ്റ്റുമാണ്. അതുപോലെ നമ്മുടെ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. ഇതിവിടെ ലേഡീസും കഴിക്കുന്ന കാണാം. എനിക്കെന്തോ ഇത് മാത്രം ഇഷ്ടമല്ല. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ, ഈ 2 പെൺകുട്ടികളുടെ ഡാൻസ് സൂപ്പറായിരുന്നു. അതുപോലെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സാറ് കണ്ടില്ലേ ഇതുപോലെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ സാറ് ഇങ്ങനെ പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്. ആ കുട്ടീനെ ഇട്ട് കളിപ്പിക്കുകയാണ്. അവന് ഒന്നും തന്നെ അവരുടെ കൂടെ പറഞ്ഞ് ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ആളുകളുടെ ശ്രദ്ധ മൊത്തം അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ 2:30ക്കാണ് കല്യാണം, അതായത് പുലർച്ചെ 2:30ക്കാണ് മുഹൂർത്തം. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും. അപ്പോൾ അവർ ഫോട്ടോസ് എടുക്കുകയാണ്. അതുപോലെ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര്, അതായത് അക്ഷന്തം, അരിയും പൂവെറിഞ്ഞ് നമ്മുടെ നാട്ടിൽ അനുഗ്രഹിക്കില്ല, അതിനുവേണ്ടി ഒത്തിരി പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കും സ്റ്റേജിലോട്ട് കയറണം, അവരോട് സംസാരിക്കണം. കല്യാണ പെണ്ണിനും കല്യാണ ചെക്കനും നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് പാവങ്ങൾ. കാരണം വെച്ചാൽ നൈറ്റാണ് കല്യാണം. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ദിവസമല്ല, ഒത്തിരി പൂജകളും കാര്യങ്ങളും ഒക്കെ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിവാഹം. അപ്പോൾ വിവാഹം ഇപ്പോഴും ആയിട്ടില്ല, ഇനി പുലർച്ചെ 2:30ക്കാണ്. അപ്പോൾ വിവാഹത്തിന് മുന്നേ ഇവർ വസ്ത്രം മാറും, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഇവരുടെ വിവാഹം. അപ്പോൾ വീണ്ടും എൻ്റെ മൈൻഡ് പോകുന്നതും അല്ലെങ്കിൽ എൻ്റെ കാഴ്ച പോകുന്നതും ഇതിലേക്കൊക്കെയാണ്, ഈ പാട്ട് ഓരോ കാര്യങ്ങളിലോട്ടൊക്കെയാണ്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങാം അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എവിടെ തുടങ്ങണം എന്നറിയില്ല. കാരണം ഒത്തിരി വെറൈറ്റീസ്, ആന്ധ്ര വെറൈറ്റീസ് ഫുഡുകൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമാട്ടോ അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പനീറിൻ്റെ ഒരു കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. ചെറുതായി പനീർ അരിഞ്ഞ് പിന്നെ നമ്മുടെ റാഗി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കർണാട്ടിക് ഡിഷാണ് ഇത്. ഞാൻ ആക്ച്വലി അവിടെയാണ് കണ്ടിട്ടുള്ളത്, ആന്ധ്രയിൽ ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ആന്ധ്രക്കാരുണ്ടാക്കിയത് കൊണ്ട് തന്നെ അവർ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. പിന്നെ ഇത് ഫിഷ് കറി ആണെന്ന് തോന്നും. ഫിഷ് കറി അല്ല, ഇത് നമ്മുടെ ബജ്ജിയുടെ കായല്ലേ അത് വെച്ചിട്ടുണ്ടാക്കിയ കറി കേട്ടോ. ഫിഷ് കറി പോലെ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ വിവാഹത്തിന് വെജിറ്റേറിയൻ ഫുഡാണ്. അപ്പോൾ നോൺ വെജ് ഉണ്ടാവില്ല. ഇത് വെജിറ്റബിൾ ബിരിയാണിയാണ്, ഇത് പനീർ ബിരിയാണിയാണ്, പിന്നെ അപ്പുറത്ത് ഗുങ്കൂറ ബിരിയാണി. അപ്പോൾ ഞാൻ ഈ ബിരിയാണി ആട്ടോ വാങ്ങിച്ചത്, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബിരിയാണിയിൽ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് കറീസൊക്കെ ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങാം. പക്ഷെ വേണ്ട, ഇത് 2ാമത്തെ ട്രിപ്പ് എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് കുറച്ച് കാജു കറി കേട്ടോ. കാജു കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഷ്നട്ടിൻ്റെ കറി. ആ കാഷ്നട്ടിൻ്റെ കറി തന്നെ 2-3 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ട് ഞങ്ങൾ 4 പേരും കൂടി പോവുക. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി എനിക്കിത് കഴിച്ചപ്പോൾ. അപ്പോൾ ഇവിടെ വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് വിവാഹത്തിന് കഴിക്കില്ല, റിസപ്ഷനായിരിക്കും നോൺ വെജൊക്കെ ഉണ്ടായിരിക്കുക. അങ്ങനെ പുറത്തോട്ട് അത് കഴിച്ചിറങ്ങിയപ്പോൾ സ്റ്റാർട്ടേഴ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാർട്ടേഴ്സും ഒരുപാട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ആക്ച്വലി സ്റ്റാർട്ടേഴ്സ് കഴിച്ചിട്ടാണ് ഫുഡ് കഴിക്കുക. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊരു പിടി ഉണ്ടായിരുന്നില്ല. കാരണം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് അവർ ഫുഡ് ഒരുപാട് വെറൈറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ്, ടിഫിൻ, നമ്മുടെ ഇഡ്ഡലി, ദോശ, മസാല ദോശ, അതുപോലെ ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ആന്ധ്രയിൽ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ്സാണ്. സ്വീറ്റ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇവിടെ ഒത്തിരി സ്വീറ്റ്സ് ഉണ്ട്. സ്വീറ്റ്സ് ആന്ധ്രയിൽ ഭയങ്കര ഫേമസ് ആണ്.
പിന്നെ ഇതൊക്കെ നെയ്യിലുണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ്സ് ആട്ടോ. പിന്നെ നമ്മുടെ ബ്രെഡ് പുലാവാണത്. ഭയങ്കര മധുരമായതുകൊണ്ട് ഞാൻ അത് വാങ്ങിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇരിക്കണ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ചോറുണ്ട്. ഇത് ഫേമസ് ദാൽക്കറിയാണ് ആന്ധ്രയിലത്തെ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങി, എനിക്ക് ഇഷ്ടമാണ് ആ രണ്ട് കോമ്പിനേഷൻ. പിന്നെ ഇതെന്താ സോയ ചങ്ക്സ് വറുത്തത്. ഞാൻ പറഞ്ഞില്ലേ കാഷ്യൂനട്ടിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടെന്ന്. 2-3 കറികളുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ മുന്നേ വാങ്ങി, ഇത് സെക്കൻഡ്. ഇതൊക്കെ കാഷ്യൂ കറികളാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടും ഒക്കെ വെജിറ്റേറിയൻ ഫ്രൈ കറീസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ. അപ്പോൾ ഞാൻ ഇതിലൊന്നല്ല എൻ്റെ മനസ്സ് പോയത്, എനിക്ക് ആ റംബൂട്ടാനിലായിരുന്നു നോട്ടം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കല്യാണത്തിന് റംബൂട്ടാൻ കൊടുക്കുന്ന കാണണേ. അത് സീസണൽ ഫ്രൂട്ട് ആയതുകൊണ്ട് സാധാരണ അങ്ങനെ കല്യാണങ്ങൾക്ക് കിട്ടാറില്ല, പക്ഷേ ഈ സീസൺ ആയതുകൊണ്ട്, റംബൂട്ടിൻ്റെ സീസൺ ആയതുകൊണ്ട് അത് കിട്ടി. പിന്നെ ഇവിടെ ഒരുപാട്, അതായത് സ്ട്രീറ്റ് ഫുഡുകൾ, ഇപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് ഒരു ലോകം തന്നെയാണ് ഫുഡിൻ്റെ. ഇത് പിസ്സ, പോട്ട് പിസ്സയാണ്. എൻ്റെ മോളത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ വെറുതെ പറയാത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഫുഡും ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇത് മാത്രം ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, പക്ഷേ എനിക്കെന്തോ അത് ഇഷ്ടമായില്ല. എനിക്ക് അവളത് തന്നു, എൻ്റെ മുഖത്ത് അതാണ് ഒരു സുഖമില്ലായ്മ. എന്നിട്ട് എൻ്റെ കയ്യിലിരുന്ന ജ്യൂസ് അവൾ കുടിക്കുക കേട്ടോ. ജ്യൂസുകളൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് വലിച്ചു വാരി തിന്നാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറയും. എന്താണെന്ന് അറിയില്ല, എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മുടെ പഞ്ഞിമിഠായി ഇല്ലേ, എന്താ പറയുക, ക്യാൻഡി, അത് ഫയർ ചെയ്തിട്ട്, അയ്യോ അത് ഭയങ്കര രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി, ഒരു വെറൈറ്റി ടേസ്റ്റ്. പിന്നെ നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീം. അപ്പോൾ ഇവിടെ എത്തി. എൻ്റെ മോളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഐസ്ക്രീം കഴിക്കണം എന്നുള്ളത്. ഈ ഐസ്ക്രീം കഴിക്കണം എന്നുള്ളതല്ല, ഇങ്ങനെയുള്ള ഒരു ഇവരിങ്ങനെ നമ്മളെ കളിപ്പിക്കുന്നുണ്ടല്ലോ, കണ്ടല്ലേ, കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ച് നേരം കളിപ്പിച്ചുള്ളൂ, എല്ലാവരും കുറച്ച് നേരം കളിപ്പിക്കുന്നുള്ളൂ, കാരണം ഒത്തിരി പേര് വന്നു പോകുന്നുണ്ടല്ലോ. പക്ഷേ ലാസ്റ്റ് അവൾക്ക് ഐസ്ക്രീം കിട്ടി, നല്ല സന്തോഷമായി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഫുൾ ജാർ സോഡയാണ്, അങ്ങനെ തന്നെയല്ലേ പറയുക, അമ്പോ അത്. ഇവിടുത്തെ ആൾക്കാർ എന്താ അത് നോക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ യൂട്യൂബിലൊക്കെ നമ്മൾ ഫേമസ് ആയിട്ട് വൈറലായി കണ്ടതല്ലേ. പിന്നെ ബിആറിൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഐസ്ക്രീം ഒരു 5 വെറൈറ്റീസൊക്കെ ഉണ്ടായിരിക്കും. പിന്നെയും സ്ട്രീറ്റ് ഫുഡ്, മസാല ചാറ്റ്, പാനിപൂരി, ദൈപൂരി തുടങ്ങിയ എല്ലാ വക ഐറ്റംസും ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്ട്രീറ്റ് ഫുഡാട്ടോ. അങ്ങനെ ഒത്തിരി ഫുഡുകളുടെ വെറൈറ്റീസ്. ആന്ധ്ര ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡും ടിഫിൻസും മീൽസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കണത്, കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അലഞ്ഞ് തിരികെ കേട്ടോ. അപ്പോൾ തിരക്കൊക്കെ കുറച്ചീശെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും രസമുള്ളത് ഗെയിംസ് ഉണ്ട് ഇവിടെ, അതായത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഗെയിംസ്. അപ്പോൾ ഇതുപോലെ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. ഇതിൽ എൻ്റെ മോള് കുഴപ്പമില്ലാതെ ജയിച്ചു എന്ന് പറയാം. അപ്പോൾ അവളുടെ ഫ്രണ്ടാട്ടോ അത് നോക്കി നിൽക്കുന്നുണ്ട്. ചെറിയ മോൾ അത് കളിച്ചിട്ട് അതിൽ തോറ്റുപോയി. എന്നിട്ട് അവൾ ഒരുപാട് കരഞ്ഞ് ലാസ്റ്റ് ഉറങ്ങി. പിന്നെ ഇത് നോക്ക്, ഇതൊരു കൈ വെച്ചിട്ടുള്ള ഗെയിമാണ്. ഇത് കഴിഞ്ഞു ഈ ഗെയിം. ഞാൻ അത് കളിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, അപ്പോഴേക്കും അത് കഴിഞ്ഞു. പിന്നെ ഇതുപോലെ ഒരു റോബോട്ടിനെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പ്രിൻ്റായിട്ട് വരും. പ്രിൻ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ അവർ ചെറിയൊരു രീതിയിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് തരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് കണ്ടപ്പോൾ ഞാൻ എടുക്കാം 100 വട്ടം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വന്നെടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇതിവിടെ ഓഫായി. അത് കാരണം ഞങ്ങൾക്ക് ഫോട്ടോ കിട്ടിയില്ല. ഇതിവിടെ പൂര ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുട്ടികളൊക്കെ. അപ്പോൾ ഇനി പോവാറായി. ആക്ച്വലി പോവാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴത്തേക്കും മോൾക്ക്, അതായത് ചെറിയ മോള് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും. കാരണം കുട്ടികൾക്ക് ഇവിടെ ഒരുപാട് ജ്യൂസും ഐസ്ക്രീമൊക്കെ ഉള്ള കാരണം കൊണ്ട്. ടിഫിൻ ഇത് മസാല ഇഡ്ഡലിയാണ്, ചെറിയ മസാല ഇഡ്ഡലി. പിന്നെ ഇത് പനിയാർ അങ്ങനെയല്ലേ പറയുക അത്. പിന്നെ നമ്മുടെ പിസ്സ ദോശ, അങ്ങനെ ഒരുപാട് ടിഫിൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ അത് കഴിക്കുക കേട്ടോ, ടിഫിൻ കഴിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ മോൾ അങ്ങനെ ഒത്തിരി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മതിയാക്ക് അവൾക്ക് അത് പറ്റിയില്ല, എന്തോ ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ അതേ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ വിചാരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് മതിയായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗെയിംസ്, പലതരം വെറൈറ്റി ഐസ്ക്രീം, ജ്യൂസുകൾ ഒക്കെ ഉണ്ട്. ഇവർക്ക് വേറെ ഫുഡുകളൊന്നിൻ്റെ ആവശ്യമില്ല. ഇതിലൊക്കെയാണ് ഇവരുടെ കണ്ണുകൾ. എൻ്റെ കണ്ണുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് എൻ്റെ കണ്ണുകൾ കൂടുതലും പോവുക. അതുപോലെ ഇവരുടെ ഡ്രസ്സിങ്. അപ്പോൾ എല്ലാവരും നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. കാരണം അത് അവരുടെ പ്രൈവസിയിൽ കയറുന്ന പോലെ ആവുന്നതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് എടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു. കുറച്ച് പേരുന്ന് ഞങ്ങൾ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ച് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഒരാളിതാ കളിച്ചും ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കുടിച്ച് തളർന്ന് കിടന്നുറങ്ങി. ആളെ വിളിച്ച് ഉണർത്തിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഇവിടെ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ കുട്ടികളെയും ഞങ്ങളെ വീട്ടിലാക്കി. ഹസ്ബൻഡ് തിരിച്ച് വിവാഹത്തിന് വരും. 2 മണിക്കാണല്ലോ ഇവരുടെ കല്യാണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ, സി യു.